ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് SQL സെർവറിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡാറ്റാബേസ് ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചു. നമുക്കതിൽ ഇങ്ങനെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. എന്താണ് ഒരു ടേബിൾ എന്ന് ആദ്യം നോക്കാം. ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ റോസും കോളംസും ആയിട്ട് വെക്കുന്ന ഇതിനാണ് നമ്മൾ ടേബിൾസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ നമുക്ക് ഷോപ്പ് ഉണ്ട് വിചാരിക്കാം. അപ്പോൾ ആ ഷോപ്പിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എക്സലിൽ ഇതേ ഫോർമാറ്റിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അല്ലേ. ഇപ്പോൾ കസ്റ്റമറുടെ നെയിം, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു എക്സലിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റകൾ റോ ആണ് അല്ലേ. ഇതിന്റെ കോളംസ് ആണ്, ഈ കാണുന്നത് ഇതിന്റെ കോളംസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആകാശ് എന്ന് പറഞ്ഞ വ്യക്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ റോയില് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്ക് ആകാശിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു നമ്പർ കൊടുത്തു മാത്രം. ഒന്നാമത്തെ ആൾ ആകാശാണ്, ഇവരുടെ അഡ്രസ് ഇതാണ്, ഫോൺ ഇതാണ്. രണ്ടാമത്തെ ആളെ അറിയാൻ വേണ്ടി രണ്ടാമത്തെ ആൾ ഹാരിസ് ആണ്, ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ എക്സലിലാണ് സൂക്ഷിക്കുന്നത്. ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഇതിൽ സൂക്ഷിക്കാൻ കഴിയും, ഡാറ്റാബേസിൽ സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഡാറ്റാബേസിൽ പോവുക. നമുക്കിന്നൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഡാറ്റാബേസ്, ഒരു സാമ്പിൾ DB ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. സാമ്പിൾ DB ഇവിടെ വെച്ചിട്ട് ഇതിനെ സാമ്പിൾ DBയുടെ താഴെ കണ്ട ടേബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നമുക്ക് ഇന്റർഫേസ് കൂടെ നമുക്ക് എടുത്തിട്ട് ന്യൂ ടേബിൾ ചെയ്യുക. ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നു. ഇനി നമുക്ക് ഇത് ഇതേമാതിരിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യം വേണ്ട എന്താണ്, ID ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ ID ടൈപ്പ് എന്താണ്, അതിൻ്റെ ഒരു ഇതിനും വ്യത്യസ്തമായ ഡാറ്റ ടൈപ്പുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. എന്താ കൊടുക്കാൻ പറ്റുക, നമുക്ക് ഇത് ഇൻറ്റീജർ ആണ് അല്ലേ, ഇൻറ്റു കൊടുക്കണം. അടുത്തത് നെയിമാണ്. നെയിം സ്ട്രിങ് ആണ് അല്ലേ, സ്ട്രിങ് വാല്യൂസ് ആണ്. വാർക്കർ വെക്കണം. പിന്നുള്ളത് അഡ്രസ് ആണ്. അത് നമുക്കൊരു 200 വെച്ച് കൊടുക്കാം. പിന്നെ വരുന്നത് ഒരു ഫോൺ നമ്പർ അല്ലേ, ഫോണാണ്. അത് നമ്മളൊരു വാർക്കർ ഉപയോഗിക്കാം. വാർക്കർ 50 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ടേബിളിനെ സേവ് ചെയ്യാം. അപ്പോൾ ഈ ടേബിളിന്റെ പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എന്ത് പേരിലാണ് സേവ് ചെയ്യുന്നത്. കസ്റ്റമർ. അതിൻ്റെ വാല്യൂ അത് അതിൻ്റെ സ്ട്രക്ചർ സേവ് ആയിട്ടുണ്ട്. നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇവിടെ കണ്ട കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു.
ഇതിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് കാണിച്ച് ഈ ഡാറ്റകളൊക്കെ നമുക്ക് ഇതിൽ എൻ്റർ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഫസ്റ്റ് 1 ആകാശ്, ABC, എൺപത്തഞ്ച് 75 ജസ്റ്റ് എൻ്റർ ചെയ്യാം. അതുകൊണ്ട് ആ വാല്യൂ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടേബിളിൽ ആ വാല്യൂ കയറിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് റോ കൂടി നമുക്ക് കൊടുക്കാം. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് കണ്ടോ, ആ വാല്യൂസ് ഇപ്പോൾ ഈ ടേബിളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ ത്രൂ എങ്ങനെയാണ് ഡാറ്റാബേസ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ നോക്കിയത്. ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൂടെ തന്നെ പോകാം. എഡിറ്റ് 200 rows. അതുകൊണ്ട് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക? ശരിക്കും കുറികൾ വെച്ചിട്ടാണ് നമ്മൾ ടേബിൾസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് SQL കമാൻഡ്സ്. അതിനുള്ള നമുക്ക് ഡാറ്റ റിട്രീവ് എടുക്കാനുള്ള കുറിയാണ് സെലക്ട് സ്റ്റാർ ഫ്രം. അവിടെ അടിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടോ കസ്റ്റമർ. ജസ്റ്റ് ഇവിടെ എക്സിക്യൂട്ട് എടുക്കുക. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ഈ ടേബിൾ നമുക്ക് ചേഞ്ച് ചെയ്യണം വെച്ചാൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെയിം മാറ്റണം വെച്ചാൽ ഇന്റർഫേസ് വഴി ചെയ്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ടേബിളിൻ്റെ നെയിം നമുക്ക് ഇവിടെ മാറ്റാൻ കഴിയും. അതേമാതിരി ടേബിൾ ഡ്രോപ്പ് ചെയ്യണം വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് അടിക്കുക. അപ്പോൾ ടേബിൾ ഡ്രോപ്പ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ ഇന്റർഫേസിലൂടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ടേബിൾ ഡ്രോപ്പ് ചെയ്യാനും കഴിയും. സെയിം സാധനം നമുക്ക് query ത്രൂ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സിന്റാക്സ് ആയിരിക്കും. ക്രിയേറ്റ് ടേബിൾ കസ്റ്റമർ. നമ്മുടെ ഫീൽഡിന്റെ പേര് ID അല്ലേ. അതിന്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് 1 2 3 അതിൽ നമ്മൾ അടുത്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ നെയിമാണ് അല്ലേ. നോക്കാം എക്സ് നോക്കാം. അടുത്ത ഫീൽഡ് പറഞ്ഞാൽ നെയിമാണ് അല്ലേ. വർക്കർ ഓഫ്. അടുത്ത ഫീൽഡ് ഏതാണ്? അഡ്രസ്. വർക്കർ ഓഫ് 200. അടുത്ത ഫോണാണ്.
worker of 50 കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇതാണ്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ നെയിം, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് ഫീൽഡുകൾ നമുക്ക് വേണ്ട വെച്ചാൽ ആ ഫീൽഡുകൾ പറഞ്ഞു കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് ഒരു കോളം ക്ലോസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നമ്മളിവിടെ എക്സിക്യൂട്ട് ബട്ടൺ കണ്ടു. അപ്പോൾ ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറി അടിക്കാൻ പറ്റും. സെലക്ട് കസ്റ്റമർ, അതിനുള്ള വാല്യൂസ് നമുക്ക് റിട്രീവ് എടുക്കാനാണ് ഈ കമാൻഡ്. ഇത് കണ്ടോ, ആ ടേബിളിന്റെ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ 3 വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് ഈ പറഞ്ഞ വാല്യൂ, ഒരു വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ ടേബിളിലേക്ക് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻസേർട്ടിന്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇൻസേർട്ട് ചെയ്ത് കസ്റ്റമർ വാല്യൂസ് എന്താണ്, ഫസ്റ്റത്തെ ID ആണ് അല്ലെ, ID 1. സെക്കൻഡ് എന്താണ്, സ്ട്രിങ് ആണ്. അപ്പോൾ സിംഗിൾ കോഡിനുള്ളിൽ കൊടുക്കുക ഡാഷ്. അഡ്രസ് ABC, ഫോൺ നമ്പർ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇൻസേർട്ടിംഗ് ടു കസ്റ്റമർ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കസ്റ്റമർ എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി 1 റോ എഫക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ അടിച്ചാൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഈ കസ്റ്റമറിന് ഈ ടേബിളിനെ നമുക്ക് ഇതൊന്ന് ഒഴിവാക്കണം. പിന്നെ ഇതിൽ ഇപ്പോൾ ഈ ടേബിൾ ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ റിഫ്രഷ് ചെയ്ത് അത് കാണിക്കും. കസ്റ്റമർ ഇപ്പോൾ ഇനി ഈ കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. ഡ്രോപ്പ് ടേബിൾ കസ്റ്റമർ. ഇപ്പോൾ ഇത് കാണിച്ചില്ല, കമാൻഡ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. അപ്പോൾ ആ ടേബിൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഇവിടെ വെച്ചിട്ട് വേണമെന്ന് വെച്ചാൽ ഈ സെലക്ട് ഒന്നുകൂടെ അടിച്ച് നോക്കിയാൽ മതി. കാരണം ആ ഒബ്ജക്റ്റ് ഇപ്പം ഇല്ല, അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ എറർ അടിക്കുന്നുണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒന്നുകൂടെ റിഫ്രഷ് അടിച്ച് നോക്കാം. ഓക്കെ, ആ ടേബിൾ പോയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.